ഹായ്, നമ്മളിന്ന് കോൾമേറ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ CM23 എന്ന് പറയുന്ന ഡാഷ് ക്യാമറ അൺബോക്സ് ചെയ്ത് നോക്കാം. നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചിരിക്കുന്നത്. ഇതിന് ഏകദേശം 4750 രൂപയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. കൺട്രി ഓഫ് ഒറിജിൻ ഇന്ത്യ തന്നെയാണ് ഇത് കാണിക്കുന്നത്. എന്തായാലും ബോക്സ് നമുക്ക് തുറന്നു നോക്കാം. ബോക്സ് ഓൾറെഡി ഓപ്പൺ ചെയ്ത ഒരു ബോക്സാണ്. ഇതാരോ റിട്ടേൺ ചെയ്ത പോലെ ഉണ്ട്. യൂസർ മാനുവൽ ഉണ്ട്. 2 ക്യാമറ, ഡ്യുവൽ ക്യാമറയാണ്. ബാക്കിൽ ഒരു ക്യാമറയും കൂടെ ഉണ്ട്. അത് HD ക്യാമറയും ഫ്രണ്ടിലെ 4K ക്യാമറയാണ്. സേഫ് ഡ്രൈവിംഗ് ബെറ്റർ ലൈഫ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അതിൽ. പിന്നെ അതിൽ ക്യാമറയുടെ ബട്ടൺസ് ഒക്കെ പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതേപോലെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള QR കോഡ് ഉണ്ട്. നമ്മൾ ആപ്പിൻ്റെ ഇൻ്റർഫേസ് പരിചയപ്പെടുത്തുകയാണ്. നമ്മൾ വൈഫൈ ഇനേബിൾഡ് ആണ്. അപ്പോൾ നമുക്ക് വൈഫൈ ഉപയോഗിച്ച് ഈ ആപ്പ് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഇതിൽ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോസ് ലൈവായിട്ട് മൊബൈലിൽ കാണാനും സാധിക്കും. അതേപോലെ തന്നെ ഫ്രണ്ടും ബാക്കും നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. ഏതായാലും ബോക്സിലെ കണ്ടൻസ് ഒക്കെ എന്താണെന്ന് ചെക്ക് ചെയ്യാം. മെയിൻ ക്യാമറ യൂണിറ്റ് ഓപ്പണായി തന്നെ ഇരിപ്പുണ്ട്. ഇപ്പോൾ ഇത് സെല്ലർ ശരിക്കും ഷിപ്പ് ചെയ്യുന്ന സമയത്ത് ഇതൊന്നും വീണ്ടും കവർ ചെയ്യാണ്ടൊക്കെയാണ് അയച്ചിരിക്കുന്നത്. ആരോ ചിലപ്പോൾ ആരെങ്കിലും റിട്ടേൺ ചെയ്തതായിരിക്കാം. എന്തായാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ക്യാമറ ലെൻസാണ്. മെയിൻ ക്യാമറ യൂണിറ്റിൻ്റെ ബ്രാൻഡിങ് കോൾമേറ്റ് എന്നുള്ള ബ്രാൻഡിങ് ഉണ്ട്. ബാക്കിൽ നമുക്ക് ഡിസ്പ്ലേ ഉണ്ട്. ഒരു 2 ഇഞ്ചിനടുത്ത് 1.5 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ഉണ്ട്. പക്ഷേ എന്താ പ്രശ്നം, ടച്ച് സ്ക്രീൻ അല്ല ഡിസ്പ്ലേ. ജസ്റ്റ് നമുക്ക് ഡിസ്പ്ലേയിൽ വീഡിയോസ് കാണാം. ക്യാമറ വർക്കിംഗ് ആണോ അല്ലയോ നമുക്ക് എൻഷുർ ചെയ്യാൻ വേണ്ടി പറ്റും. രണ്ട് ഫിസിക്കൽ ബട്ടൺസ് ആണ് ഇതിലുള്ളത്. ഒന്ന് പവർ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും, മറ്റത് മെനു ബട്ടണാണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ കണ്ടിരിക്കുന്ന ഒന്ന് C ടൈപ്പാണ് നമ്മളുടെ ചാർജർ കേബിള്. നമുക്ക് വണ്ടിയിലെ നോർമൽ കേബിൾ ഉപയോഗിച്ച് തന്നെ നമുക്കിത് ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ കേബിള് വന്നിട്ടുണ്ട്. അത് ബാക്ക് ക്യാമറയാണ്. ഓക്കെ, ബാക്ക് ക്യാമറയല്ല, ഇത് ചാർജറാണ്. പക്ഷേ ഈ ചാർജറിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ചാർജർ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ വണ്ടിയിൽ ഒറ്റ പോർട്ടേ ഉള്ളെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റ് മൊബൈലൊന്നും ചാർജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറയുന്നത് ഇത് നമ്മൾ സൈഡിലേക്ക് വെക്കുക. നമ്മൾ എന്നിട്ടൊരു C പിന്നിൻ്റെ കേബിൾ മേടിക്കുക. നമ്മളുടെ നോർമൽ മൾട്ടി പോർട്ട് കാർ ചാർജർ മേടിച്ച് അതിലൊരെണ്ണം DVRലേക്ക് വേണ്ടി യൂസ് ചെയ്യുക. അതായിരിക്കും ഏറ്റവും നന്നാവുക. ഇത് ബാക്ക് ക്യാമറയാണ്. HD ക്യാമറയാണ് ബാക്ക് ക്യാമറ. നല്ല ലെങ്തുള്ള കേബിളുണ്ട്. അപ്പോൾ നമുക്ക് കാറിൻ്റെ റൂഫിൻ്റെ ഇടയിൽ കൂടെ തന്നെ അത് വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതാണ്. അതും ടിൽറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ക്യാമറയാണ്. ഇതിൻ്റെ 3 പിന്ന് നമ്മൾ മെയിൻ ക്യാമറയുടെ യൂണിറ്റിലേക്ക് ഇൻസെർട്ട് ചെയ്യുകയാണ്. പഴയ ഹെഡ്ഫോണിനൊക്കെ വരുന്ന ടൈപ്പുള്ള പിന്നാണ്. ജസ്റ്റ് ഇൻസെർട്ട് ചെയ്താൽ മാത്രം മതി. അവിടെയാണ് നമ്മൾ ബാക്ക് ക്യാമറ ഇൻസെർട്ട് ചെയ്തു. ഇനി നമുക്ക് C പിന്ന് ഇൻസെർട്ട് ചെയ്തു. നമുക്കിതിൻ്റെ പവറൊക്കെ കൊടുത്ത് വണ്ടിയിൽ സെറ്റ് ചെയ്തിട്ടൊന്ന് നോക്കാം. അതേപോലെ തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള QR കോഡ് ഓൾറെഡി ഞാൻ കാണിച്ചിരുന്നു. നമ്മൾ ആപ്പ് അത് നോക്കി ഡൗൺലോഡ് ചെയ്ത് അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇതിൽ ആപ്പ് ഓപ്പൺ ചെയ്ത് നമ്മൾ വൈഫൈ വഴി കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ആപ്പിൻ്റെ ഇൻ്റർഫേസ് ഓപ്പണായി വരിക. റോഡ് വീഡിയോ എന്നാണ് ആപ്പിൻ്റെ പേര്. റോഡ് വീഡിയോ അത്യാവശ്യം നല്ല യൂസർ ഇൻ്റർഫേസ് ഉള്ള ഒരു ആപ്പാണിത്. നമുക്ക് ലൈവ് വ്യൂ കാണാം, സ്നാപ്ഷോട്ട് എടുക്കാം, അതുപോലെ തന്നെ ക്യാമറ ഫയൽസ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഇതിലുണ്ട്. ക്യാമറ മ്യൂട്ട് ചെയ്യാൻ വേണമെങ്കിൽ ബാക്ക് ക്യാമറയും ഫ്രണ്ട് ക്യാമറയും, ഇത് ബാക്ക് ക്യാമറയാണ്. ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും നമുക്ക്
എടുക്കാം. അപ്പോൾ ഇതൊരു വീഡിയോ സാമ്പിളാണ് കേട്ടോ. രാവിലെ ഏകദേശം ഒരു 8 മണിക്ക് നല്ല സൺലൈറ്റൊക്കെ ഉണ്ട്, ആ സമയത്ത് എടുത്ത ഒരു വീഡിയോ സാമ്പിളാണ്. 4K ഫ്രണ്ടാണ് ഈ കാണുന്നത്, 4K ആണ്. അത്യാവശ്യം നല്ല ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. തെറ്റ് പറയാൻ പറ്റില്ല. ഈ ബഡ്ജറ്റിൽ, അതായത് 5000 താഴെ മേടിക്കാൻ പറ്റുന്നതിലൊരു മികച്ച ഡാഷ് ക്യാമാണ് എന്ന് പറയാം. പക്ഷേ ഇതിൽ എനിക്കാകെ ഒരു പോരായ്മ തോന്നിയ 2 കാര്യങ്ങൾ. ഒന്ന്, ചാർജിങ് കേബിൾ നമുക്ക് തന്നിരിക്കുന്നത് നമുക്ക് നമ്മളുടെ കാറിൽ ഒരു പോർട്ടേ ഉള്ളൂവെങ്കിൽ അത് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ സി-പിൻ ആയതുകൊണ്ട് തന്നെ നമുക്കത് മറ്റുള്ള നോർമൽ കേബിൾ ഉപയോഗിച്ച് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ഇനി രണ്ടാമതൊരു വിഷയം എനിക്ക് തോന്നുന്നത്, ഇതിൻ്റെ വോയിസ് റെക്കോർഡിങ് തീരെ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത രീതിയിലാണ്. അതായത് നമ്മൾ എന്തെങ്കിലും വീഡിയോയുടെ കൂടെ റെക്കോർഡ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വണ്ടിയിൽ പാട്ട് വെച്ചിട്ടുണ്ട്, സോങ്സൊക്കെ ചിലപ്പോൾ നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊരു കുറച്ച് ഒരു ക്ലാരിറ്റി കുറവുണ്ട്, ഒരു ഡിസ്റ്റർബൻസ് കുറവുണ്ട്. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ഇതൊരു മികച്ച ഓപ്ഷൻ തന്നെയാണ് ഈ ക്യാമറ. ഇത് ഡേ ടൈമിൽ റണ്ണിങ് ആണ്. പിന്നെ അതിലൊരു റിഫ്ലക്ഷൻ കാണുന്നുണ്ട്. അത് റിഫ്ലക്ഷൻ കാണുന്നത് നമ്മുടെ കാറിൻ്റെ ഡാഷ്ബോർഡിലെ റിഫ്ലക്ഷനാണ്. ശരിക്കും ഈ റിഫ്ലക്ഷൻ ഒഴിവാക്കാൻ വേണ്ടി പറ്റുന്ന തരത്തിലുള്ള ഫിൽട്ടർ ചെറിയ ലെൻസുകൾ നമുക്ക് മേടിക്കാൻ കിട്ടും, ഓൺലൈനിൽ തന്നെ ഉണ്ട്. ആ ലെൻസ് മേടിച്ച് ഈ ക്യാമറയുടെ ഫ്രണ്ടിലെ ലെൻസിനോട് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ റിഫ്ലക്ഷൻസ് ഒഴിവായും. ഇത് വണ്ടിയുടെ ഡാഷ്ബോർഡിൻ്റെ റിഫ്ലക്ഷൻസ്, ഗ്ലാസ്സിൽ വരുന്ന റിഫ്ലക്ഷനാണ് നമ്മൾ ഈ കാണുന്നത്. അതിൽ കാണുന്ന ചെറിയൊരു സ്റ്റാമ്പ് പോലെ കാണുന്നത്. ഇത് നൈറ്റ് വിഷനാണ്. നൈറ്റ് വിഷനും ഞാൻ ഈ പറഞ്ഞ നമ്മുടെ ലെൻസ് ഫിൽട്ടർ മേടിച്ച് അതിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1000 രൂപ താഴെ വരെയുള്ളൂ. അതും കൂടി മേടിച്ച് സെറ്റ് ചെയ്താൽ നമുക്ക് നൈറ്റ് കുറച്ചുകൂടി ഈ സ്കാറ്റർ ആയിട്ടുള്ള ലൈറ്റൊക്കെ ഒഴിവായി കിട്ടും. അത്യാവശ്യം മികച്ച രീതിയിലുള്ള നൈറ്റ് വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങൾ ബ്രൈറ്റ് ഇട്ട് പോകുന്ന സമയത്താണ് നമുക്ക് ഈ ലൈറ്റ് ഓവറായിട്ട് ഫീൽ ചെയ്യുന്നത്. ഒരു രാത്രി 10 മണിയോട് അടുത്തുള്ള ഒരു സമയം നാഷണൽ ഹൈവേയിൽ കൂടെ പോകുമ്പം എടുത്ത ക്ലിപ്സാണ്. കാരണം എല്ലാവർക്കും ഡേ ഫുട്ടേജിനേക്കാൾ അറിയാൻ താല്പര്യം നൈറ്റ് ഫുട്ടേജ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ നൈറ്റ് ഫുട്ടേജ് ആഡ് ചെയ്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് നൈറ്റ് വ്യൂ ഏകദേശം ഇങ്ങനെ തന്നെയാണ്. പിന്നെ ലെൻസ് ഫിൽറ്റർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി അല്ല, ഈ ലൈറ്റ് സ്പോട്ടുകളൊക്കെ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കിട്ടും. ഓപ്പോസിറ്റ് വണ്ടിയുടെ ലൈറ്റൊക്കെ നമുക്ക് ഒരു സ്പോട്ടായിട്ട് കിട്ടും. ഇതിപ്പോൾ മിക്സ് ആയ പോലെ നമുക്ക് തോന്നുന്നുണ്ട്. ക്യാമറയുടെ പൊസിഷനൊക്കെ വണ്ടിയുടെ ഗ്ലാസ്സിനനുസരിച്ച് കുറച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ഇതും നൈറ്റ് വ്യൂ തന്നെയാണ്. നാഷണൽ ഹൈവേ കൂടെ നമ്മൾ ട്രാവൽ ചെയ്യുന്നതിൻ്റെ വിഷ്വൽസാണ്. അപ്പോൾ നൈറ്റ് വ്യൂവും അത്യാവശ്യം മോശമല്ലാത്തൊരു ക്വാളിറ്റി ഉണ്ട്. ഈ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു ക്വാളിറ്റി തന്നെ നമുക്ക് തരുന്നുണ്ട് ഇതിൽ. നെഗറ്റീവായിട്ട് പറയാനുള്ളത് ആ സൗണ്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ ഉള്ള ഒരു ക്ലാരിറ്റി കുറവാണ്. ചെറിയ നോയ്സൊക്കെ ഉണ്ട് സൗണ്ട് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത്. പക്ഷെ ബാക്കി നൈറ്റ് വീഡിയോ ആണെങ്കിലും ശരി, ഡേ വീഡിയോ ആണെങ്കിലും. ഫ്രണ്ട് ക്യാമറയാണ് നമ്മൾ ഈ രണ്ട് കാണിച്ചത്. ബാക്ക് ക്യാമറ ഇത്ര ഒരു ക്ലാരിറ്റിയോ കാര്യങ്ങളോ ഇല്ല. പിന്നെ ഞാൻ ബാക്ക് ക്യാമറ കാണിക്കാത്തതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ബാക്ക് ക്യാമറ ഫിറ്റ് ചെയ്തിരുന്നു. പക്ഷേ എൻ്റെ വണ്ടിയിൽ സൺഫിലിം ഒട്ടിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോലെയാണ് നമുക്ക് ബാക്ക് ക്യാമറേൻ്റെ വിഷ്വൽസ് കിട്ടുക. പക്ഷേ എന്നാലും കുഴപ്പമില്ല. ബാക്ക് ക്യാമറ HD ക്യാമറയാണ്. ഈ ഒരു 5000 താഴെ കിട്ടാവുന്നതിൽ ഒരു മികച്ച ഓപ്ഷൻ തന്നെയാണ്. ഡ്യുവൽ ക്യാമറകളിൽ ഏറ്റവും നല്ല ഒരു ഓപ്ഷൻ തന്നെയാണിത്. നമുക്ക് 1 മിനിറ്റ്, 2 മിനിറ്റ് അല്ല 5 മിനിറ്റ് വരെയുള്ള ക്ലിപ്സായിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. കോൾമേറ്റ് ആണ് ബ്രാൻഡ്. 170 ഡിഗ്രിയിൽ ആംഗിൾ വ്യൂ ഉണ്ട്. അൾട്രാ HD റെസൊല്യൂഷനാണ്. 1.47 ഇഞ്ചാണ് ഡിസ്പ്ലേ. IPS ആണ്. ഇത് ആപ്പിൻ്റെ ഇൻ്റർഫേസ് ആണ്.